എല്ലാവർക്കും നമസ്കാരം. അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത ചോദ്യം കായികവുമായി ബന്ധപ്പെട്ട സാങ്കേതിക പദങ്ങളെ പറ്റിയുള്ള ചോദ്യമാണ് കേട്ടോ. അടുത്ത ചോദ്യമാണ്, സ്ക്വയർ ലെഗ് എന്ന പദം താഴെ പറയുന്നവയിൽ ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? സ്ക്വയർ ലെഗ് അല്ലെ, സ്പോർട്സ് ആരാധകർക്കൊക്കെ വേഗം ആൻസർ പറയാൻ പറ്റും. ഏതാണ് സ്ക്വയർ ലെഗ് എന്ന് പറയുന്ന പദവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കളി? ഏതാണ് സ്ക്വയർ ലെഗുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏത് ഓപ്ഷൻ ആണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ? ഏതാണ് ശരി ഉത്തരം? സ്ക്വയർ ലെഗ് എന്ന് പറയുന്നത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ക്രിക്കറ്റ് ആണോ? ക്രിക്കറ്റ് ആണ് അല്ലെ, ഒരു സംശയമില്ലാണ്ട് നമുക്ക് പറയാം. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ആ ക്രിക്കറ്റിലെ ഒരു ഫീൽഡിംഗ് പൊസിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ക്വയർ ലെഗ് എന്ന് പറയുന്നത് അല്ലെ. ഈ പൊസിഷൻ എന്ന് പറയുന്നത് ഫീൽഡിന്റെ സൈഡിൽ ആയിരിക്കും ഈ ഒരു പൊസിഷൻ അല്ലെ. അത് മാത്രല്ല, വലംകയ്യൻ ബാറ്റ്സ്മാൻ ആണെന്നുണ്ടെങ്കിൽ അത് എവിടെയായിരിക്കും? ഇത് ഇടതുവശത്ത് ആയിരിക്കും. ഇനി ഈ പറയുന്ന ക്രിക്കറ്റിലുള്ള മറ്റു പ്രധാനപ്പെട്ട പൊസിഷൻസ് ആണ് സ്ലിപ്പ്, ഗള്ളി, കവർ, മിഡി ഓഫ്, മിഡി ഓൺ, അതുപോലെ തന്നെ ഫൈൻ ലെഗ് തുടങ്ങിയവയെല്ലാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സ്ക്വയർ ലെഗ് എന്തുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചാല് ഇനി ഒരിക്കലും മറക്കരുതേ, ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദമാണ്. അടുത്ത ചോദ്യം, ബാഡ്മിന്റണിൽ ഒരു റാലിയും പോയിന്റും ഇല്ലാണ്ട് നിർത്തുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്ത് പേരിൽ അറിയപ്പെടുന്നു? അല്ലെ, ബാഡ്മിന്റണില് ഒരു റാലിയും ഇല്ല, ഒരു പോയിന്റും ഇല്ലാണ്ട് നിൽക്കുന്ന അവസ്ഥയാണ് ഏതാണ്? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ബാഡ്മിന്റൺ കളി കാണുന്നവരും കളിക്കുന്നവരൊക്കെ ആണോ? ഇഷ്ടമാണോ? ഏതാണ് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്? പാസ് ആണോ, സ്മാഷ് ആണോ, സെർവ് ആണോ, ലെറ്റ് ആണോ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം, ലെറ്റ് ആണ് അല്ലെ. ബാഡ്മിന്റണില് ഒരു റാലിയും ഒരു പോയിന്റും ഇല്ലാണ്ട് നിർത്തേണ്ടി വരുമ്പോഴുള്ള അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? ലെറ്റ് എന്ന് പറയുന്നത് അല്ലെ. ബാഡ്മിന്റണില് അതായത് ലെറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു റാലിയും ഇല്ല, പോയിന്റും ഇല്ലാണ്ട് നിർത്തേണ്ടി വരുമ്പോഴാണ് അല്ലെ. ഷട്ടിലില് കോക്ക് വലയിൽ കുടുങ്ങുന്നത് പോലെയുള്ള സാധാരണമായ സാഹചര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ സാധാരണയായിട്ടാണ് നമ്മൾ എടുക്കാറുള്ളത്. ആരാ ഈ പറയുന്ന ലെറ്റ് പ്രഖ്യാപിക്കുന്നത്? ആരാണ്? റഫറിയോ ഈ കളിയിലെ അമ്പയറോ ആയിരിക്കും എന്ത് പ്രഖ്യാപിക്കുക? ലെറ്റ് പ്രഖ്യാപിക്കുക. അസാധാരണമായിട്ട് എന്തെങ്കിലും സാഹചര്യങ്ങൾ ആകസ്മികമായിട്ട് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ കളി നിർത്തിവെക്കുന്നത് സാധാരണയാണ്. അതല്ലാണ്ട് ഒരു റാലിയും പോയിന്റും ഇല്ലാത്ത അവസ്ഥയെ നമ്മൾ എന്ത് പറയുന്നു? ലെറ്റ് എന്ന് തന്നെയാണ് വിളിക്കാറ്. അടുത്ത ചോദ്യം, ലെറ്റ് ബോൾ, സ്ട്രോക്ക് ബോൾ, നോ ലെറ്റ് എന്നിവ ഏത് കളിയുടെ ഭാഗമാണ്? ഏത് കളിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ലെറ്റ് ബോള് അല്ലെ, ലെറ്റ് ബോള്, സ്ട്രോക്ക് ബോള്, നോ ലൈറ്റ് ഇതൊക്കെ ഏത് കളിയുടെ ഭാഗമായിട്ടാണ് കേട്ടിരിക്കുന്നത്? ഏതാണ് ശരി ഉത്തരായിട്ട് വരുന്നത്? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം, സ്ക്വാഷ് ആണ് അല്ലെ. സ്ക്വാഷ്, ലെറ്റ് ബോള്, സ്ട്രോക്ക് ബോള്, നോ ലൈറ്റ് എന്നിവ സ്ക്വാഷ് കളിയിൽ ഉപയോഗിക്കുന്നതാണ് അല്ലെ. 4 ചുവരുകളുള്ള ഒരു കോർട്ടില് ഒരു ചെറിയ പൊള്ളയായ റബ്ബർ പന്ത് ഉപയോഗിച്ച് സിംഗിൾസ് അല്ലെങ്കിൽ 4 പേര് വെച്ചുകൊണ്ട് ഡബിൾസ് കളിക്കുന്ന ഒരു റാക്കറ്റ് കായിക വിനോദമാണ് എന്തെന്ന് പറയുന്നത്? ഈ ഒരു സ്ക്വാഷ് ഗെയിം എന്ന് പറയുന്നത് അല്ലെ. ആ സ്ക്വാഷ് ഗെയിമുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് ലെറ്റ് ബോളും സ്ട്രോക്ക് ബോളും നോ ലൈറ്റും ഒക്കെ കേട്ടോ. പഠിച്ചു വെച്ചോളൂ, മറക്കില്ലാലോ. അടുത്ത ചോദ്യം, കാസ്റ്റിംഗ് എന്ന് പറയുന്നവ താഴെ പറയുന്നവയിൽ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കാസ്ലിംഗ് ആണ്, കാസ്റ്റിംഗ് അല്ല, കാസ്ലിംഗ് ആണ് കേട്ടോ. കാസ്ലിംഗ് ആണേ. കാസ്ലിംഗ് താഴെ പറയുന്നവയിൽ ഏത് കായിക ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏതാണ് കാസ്ലിംഗ് എന്ന് പറയുന്നത്? ചെസ് കളി ഇഷ്ടമുള്ളവരാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ദപ്പ ആൻസർ പറയാൻ പറ്റും. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ചെസ് കളിയില്
ചെസ് കളിയുമായി ബന്ധപ്പെട്ടൊരു പദമാണ്. അതായത് രാജാവും തേരുകളിൽ ഒരാളും ഉൾപ്പെടുന്ന ചെസ്സിലെ ഒരു സവിശേഷ നീക്കമാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു കാസ്ലിംഗ് എന്ന് പറയുന്നത് അല്ലെ. അത് രാജാവും തേരും കൂടെ ഒരുമിച്ച് നീക്കുന്ന ഒരു അവസ്ഥയാണ് ഏത്, ചെസ് അല്ലെ, ചെക്ക്മേറ്റ് ആകുക എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ള ഒരു അവസ്ഥയാണ് കാസ്ലിംഗ് എന്ന് പറയുന്നത്. കാസ്ലിംഗ് ഏതുമായി ബന്ധപ്പെട്ടതാണ്, ചെസ്സുമായി ബന്ധപ്പെട്ടതാണ് കാസ്ലിംഗ്. അടുത്ത ചോദ്യം, ചെസ്സിൽ താഴെ പറയുന്നവയിൽ ഏതാണ് വികർണമായി മാത്രം നീക്കാനായിട്ട് കഴിയുന്നത്? അല്ലെ, ചെസ് കളിയില് ഈ കോൺ രീതിയില്ലേ, കോണോട് കോൺ മാത്രം മാറ്റാൻ പറ്റുന്നത് ഇതിൽ ഏതാണ് കോണോട് കോൺ മാത്രം മാറ്റാനായിട്ട് പറ്റുന്നത്? ഏതാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം? ചെസ്സിൽ ഏതിനെയാണ് വികർണമായിട്ട് കോണോട് കോൺ മാത്രം മാറ്റാൻ പറ്റുന്നത്? ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം, ബിഷപ്പ് ആണ്. ചെസ് കളിയില് ബിഷപ്പിനെ കോണോട് കോൺ ചേർത്ത് മാത്രമാണ് നീക്കാനായിട്ട് പറ്റുക അല്ലെ. നൈറ്റ് എങ്ങനെയാ നീക്കുന്നത്? എല്ലാ ആകൃതിയിലാണ് നൈറ്റ് നീങ്ങുന്നത്. രാജ്ഞിക്ക് ഒരു വരിയിലോ നിരയിലോ വികർണത്തിലൂടെ എത്ര ചതുരങ്ങൾ വേണമെങ്കിലും നീങ്ങാൻ പറ്റും രാജ്ഞിക്ക്. അതുപോലെ തന്നെ രാജാവിനും എന്ത് ചെയ്യുന്നു, ഏത് ദിശയിൽ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നീങ്ങാൻ പറ്റും. ഈ കളിയുടെ ലക്ഷ്യം തന്നെ എന്താണ്, എങ്ങനെ രാജാവിനെ എതിരേൽക്കുന്നു എന്നത് ആണ് അല്ലെ. ദ റൂക്ക് എങ്ങനെയാണ്, അത് ചതുരത്തിൽ മുന്നോട്ട് നീക്കുന്നു, പക്ഷെ കളി തുടങ്ങുന്ന സമയത്ത് അത് എന്ത് ചെയ്യുന്നു, കോണോട് കോണൊക്കെ ചലിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, ഓക്സൈഡ് ട്രാപ്പ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ഏത് കളിയിലാണ്? ഓക്സൈഡ് ട്രാപ്പ് എന്ന് പറയുന്ന പദം ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഏതാണ് ഓക്സൈഡ് ട്രാപ്പ് എന്ന് പറയുന്നത്? ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഏതാണ് ഇത് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓഫ്സൈഡ് ട്രാപ്പ് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, താഴെ കൊടുത്തിരിക്കുന്ന കായിക ഇനങ്ങളിൽ പ്രണയം എന്ന വാക്ക് എന്തുമായി ബന്ധപ്പെട്ടതാണ്? അല്ലെ, ഈ പറയുന്ന ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട പദമാണ് പ്രണയം അല്ലെങ്കിൽ ലവ് എന്ന് പറയുന്നത്? ഏതാണ്? വേഗം ആൻസർ പറഞ്ഞേ, ഏതാണല്ലോ ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഏത് ഓപ്ഷൻ ആണ്? ഓപ്ഷൻ സി ആണ്, ലോൺ ടെന്നീസ് ആണ്. ലോൺ ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ട പദമാണ് ഈ പറയുന്ന ലവ് അല്ലെങ്കിൽ പ്രണയം അല്ലെ. ടെന്നീസില് ഇല്ല അല്ലെങ്കിൽ 0 എന്ന വാക്കിന് പകരമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് സ്കോറിന്റെ അഭാവത്തെ പറയാനാണ്. ചില ഗെയിം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ 6ഉം 0ഉം ആയിരിക്കും, ചിലപ്പോ 30ഉം 0 ആയിരിക്കും അല്ലെ. അപ്പൊ ഇതിന് എന്താ പറയാ, 6 ലവ് അല്ലെങ്കിൽ 30 ലവ് എന്നൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ പ്രണയം അല്ലെങ്കിൽ ലവ് എന്ന് പറയുന്ന പദം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ലോൺ ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, സ്റ്റോപ്പർ എന്ന പദം താഴെ പറയുന്നവയിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്റ്റോപ്പർ എന്ന പദം താഴെ പറയുന്നവയിൽ ഏത് കായിക ഇനമാണ് അല്ലെ? എന്താണ് സ്റ്റോപ്പർ? സ്റ്റോപ്പർ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദമാണ് സ്റ്റോപ്പർ എന്ന് പറയുന്നത്. പ്രതിരോധക്കാർക്കും മിഡ്ഫീൽഡർമാർക്കും ഇടയിൽ സ്ഥാപിച്ചിരിക്കുന്നതിന് എന്ത് പറയുന്നു? അതായത് ഡിഫൻഡറും അതുപോലെ തന്നെ മത്സരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അവരിടയിലും സ്ഥാപിച്ചിരിക്കുന്നതാണ് ഈ ഒരു സ്റ്റോപ്പർ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതൊക്കെ കളികളിലോ കായിക മേഖലകളിലോ ആണ് ബാക്ക് സ്റ്റിക്ക് എന്ന പദം ഉപയോഗിക്കുന്നത്? അല്ലെ, ബാക്ക് സ്റ്റിക്ക് എന്ന് പറയുന്ന പദം എന്തുമായിട്ട്, ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഏതാണ്? ഏത് കളിയാണ് ബാക്ക് സ്റ്റിക്ക്? ഹോക്കി അല്ലെ. സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കത്തണം, ഏതാണത്? ഹോക്കിയാണ് അല്ലെ. ഹോക്കിയിലുള്ള ഒരു തരം ഫൗളാണ്, അതായത് അതിന്റെ വൃത്താകൃതിയിലുള്ള പിൻഭാഗം ഉപയോഗിച്ചിട്ട് പന്തടിക്കുന്ന ഫൗള് കളിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാക്ക് സ്റ്റിക്ക് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഡ്യൂസ് എന്നത് ഡാഷുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദമാണ്. ഡ്യൂസ് എന്ന് പറയുന്ന വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഡ്യൂസ് ഏതാണ്? ഓപ്ഷൻ ഏത് ഓപ്ഷൻ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഡ്യൂസ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഹോക്കിയാണോ? ഡ്യൂസ് എന്ന് പറയുന്നത് ടെന്നീസ് ആണ് കേട്ടോ. ലോൺ ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദമാണ് ഡ്യൂസ് എന്ന് പറയുന്ന പദം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, അടുത്തത് മലയാളത്തിലെ കുറെ ശൈലികളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യം, കർട്ടൻ ലെക്ചർ എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിന് ചേരുന്ന മലയാള ശൈലി ഏതാണ്? കർട്ടൻ ലെക്ചർ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള മുൻകാല പരീക്ഷകളിലെല്ലാം ചോദിക്കപ്പെട്ടിട്ടുള്ള ഒരു ആവർത്തന ചോദ്യമാണിത്. കർട്ടൻ ലെക്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കർട്ടൻ ലെക്ചർ
ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? കട്ടൻ ലെക്ചറിന്റെ ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം അല്ലെ. ഏതാണ് ഓപ്ഷൻ എ? എന്താണ് പറയുന്നത്? തലയണ മന്ത്രമാണ്. കർട്ടൻ ലെക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? തലയണ മന്ത്രം. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, penny wise pound foolish. ഇതിന് അനുയോജ്യമായ മലയാള ചൊല്ല് ഏതാണ്? penny wise pound foolish അല്ലെ. എന്താണ് penny wise pound foolish? അതായത് ചെറിയ കാര്യങ്ങൾ അറിയാം, വലിയ കാര്യങ്ങൾ അറിയില്ല, ആ ഒരു അർത്ഥത്തിൽ പറയുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ശൈലി ഏതാ കൊടുത്തിരിക്കുന്നത് അല്ലെ? പെനി വൈസ് ആണ്, പക്ഷെ എന്താണ്? പൗണ്ട് ഫൂളിഷ് ആണ്. പെനി വൈസ് പൗണ്ട് ഫൂളിഷ് ഏതാണ്? ഓപ്ഷൻ എ ആണ് ഇതിന്റെയും ശരി ഉത്തരമായിട്ട് വരുന്നത്. ആന ചോരുന്നത് അറിയില്ല, പേൻ ചോരുന്നത് അറിയും. ഇതാണ് എന്ത് പറയണത്? പെനി വൈസ് പൗണ്ട് ഫൂളിഷ് അല്ലെ. ചെറിയ കാര്യങ്ങളിലൊക്കെ നമുക്ക് വലിയ വിവരമാണ്, പക്ഷേ വലിയ കാര്യങ്ങൾ നമുക്ക് ഒന്നും എന്തുണ്ടാവില്ല, ഒരു വിവരവും അല്ലെങ്കിൽ മതിയത്ര വിവരം ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, താഴെ പറയുന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ മലയാള പരിഭാഷ തിരഞ്ഞെടുക്കുക. ക്യാച്ച് വൺ റെഡ് ഹാൻഡഡ് അല്ലെ. ഇതാണ് ഇംഗ്ലീഷ് സെന്റൻസ്. ക്യാച്ച് വൺ റെഡ് ഹാൻഡഡ് അല്ലെ. റെഡ് ഹാൻഡഡ് ആയിട്ടുള്ള ആളുകളെ പിടികൂടുക എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. എന്താണ് റെഡ് ഹാൻഡ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? റെഡ് ഹാൻഡഡ് അല്ലെ. റെഡ് ഹാൻഡഡ്, ക്യാച്ച് വൺ റെഡ് ഹാൻഡഡ്. അത് പറഞ്ഞാൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്, കയ്യോടെ പിടികൂടുക അല്ലെ. തെറ്റ് ചെയ്യുന്നവരെ എന്ത് ചെയ്യുക? റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ ആ തെറ്റ് ചെയ്യുന്നവർ, തിന്മ ചെയ്യുന്നവരെയാണ് നമ്മളിവിടെ റെഡ് ഹാൻഡഡ് എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ റെഡ് ഹാൻഡഡിനെ നമ്മൾ അപ്പൊ തന്നെ ക്യാച്ച് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യം. വാൾസ് ഹാവ് ഇയേഴ്സ് എന്ന ഇംഗ്ലീഷ് പഴഞ്ചൊല്ലിന് സമാനമായ മലയാളം ചൊല്ല് ഏതാണ്? അല്ലെ, നമ്മൾ പറയാറുണ്ടല്ലേ, നമ്മൾ വെറുതെ എങ്കിലും ചില രഹസ്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ചുമരിനൊക്കെ ചെവിയാണ്, അതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും പറയരുതേ എന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാറില്ലേ? വാൾസ് ഹാവ് ഇയേഴ്സ് അല്ലെ. ചുമരുകൾക്കും എന്തുണ്ട്? ചെവിയുണ്ട്. ഏതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന? ഏതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ചൊല്ല്? ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. അരമന രഹസ്യം, അങ്ങാടിപ്പാട്ട് അല്ലെങ്കിൽ അങ്ങാടി പരസ്യമാണ് അല്ലെ. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ where there is a will there is a way എന്ന് പറയുന്ന ചൊല്ലിന് സമാനമായ പഴഞ്ചൊല്ല് ഏതാണ്? ഇതും വളരെ quite often നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ചൊല്ല് തന്നെയാണ് അല്ലെ. ഏതാണത്? ഏതാണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. where there is a will there is a way. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. വേണ്ട എന്ന് പറഞ്ഞാല് മരത്തിൽ പോലും മരുന്നിന് പോലും ഒന്നും കിട്ടില്ല. ഉറപ്പല്ലേ? വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കില്ലേ? where there is a will there is a way. അടുത്ത ചോദ്യം. ഹെർക്കുലിയൻ ടാസ്ക് എന്നതിന്റെ സമാനമായ പ്രയോഗം ഏതാണ്? ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറയുന്നതിന്റെ സമാന പ്രയോഗം ഏതാണ്? അല്ലെ. എന്താണ് ഹെർക്കുലിയൻ ടാസ്ക്? അല്ലെ, വളരെ ടാസ്ക് ആയിട്ടുള്ള കാര്യത്തിനും പറയുമ്പോൾ നമ്മൾ ഈ ഒരു ചൊല്ല് പറയാറുണ്ട്. ഏതാണ്? ശരി ഉത്തരം വന്നു കഴിഞ്ഞു. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. ഭഗീരഥ പ്രയത്നമാണ് ഹെർക്കുലിയൻ ടാസ്ക് എന്ന പേരില് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. As the seed sow the sprout. പരിഭാഷ എന്താണ്? As the seed sow the sprout എന്നതിന്റെ ശരിയായ പരിഭാഷ ഏതാണ്? ഏതാണ്? As the seed sow the sprout അല്ലെ. വേഗം നമുക്ക് ആൻസർ പറയാം. ഏതാണ് ശരി ഉത്തരം? ഓക്കെ, ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്. വിത്തുഗുണം പത്തുഗുണം അല്ലെ. വിത്തുഗുണം പത്തുഗുണമാണ് ശരി ഉത്തരം. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട് അല്ലെ. നമ്മൾ പറയില്ലേ, മത്തം കുത്തിയോ കുമ്പളം മുളയ്ക്കോ എന്നൊക്കെ നമ്മൾ വെറുതെ പറയാറുണ്ട് അല്ലേ. അതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട്. ആസ് ദ സീഡ് ആ വിത്ത് ആയതുകൊണ്ട്, സോ ദ സ്പ്രൗട്ട് അത് അങ്ങനെ ഉണ്ടാവുള്ളൂ. വിത്തുഗുണം പത്തുഗുണം. അടുത്ത ചോദ്യം. ശരിയായ വിവർത്തനം കണ്ടെത്തണേ.
The blood of the revolutionaries course through the streets എന്നതിന്റെ ശരിയായ വിവർത്തനം ഏതാണ്? വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിച്ച് ഒന്നുകൂടെ വായിച്ചോ. The blood of the revolutionaries coursed through the streets. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ള പരിഭാഷ? ഈ പറയുന്ന ഇംഗ്ലീഷ് പദത്തിന്റെ ശരിയായ പരിഭാഷ ഏതാണ്? ഏതാണ് ശരിയായ പരിഭാഷ? ഓപ്ഷൻ ഡി ആണ്. വിപ്ലവകാരികളുടെ രക്തം തെരുവിലൂടെ ഒഴുകി. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. വിപ്ലവകാരികളുടെ രക്തം തെരുവിലൂടെ ഒഴുകി. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. They have been building the new bridges since 2021. ഈ വാക്യത്തിന്റെ ശരിയായ പരിഭാഷ ഏതാണ്? ഈ പരിഭാഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങള് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോ പരിഭാഷയൊക്കെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. അത് ഈ മോഡൽ കുറെ ചെയ്യുമ്പോൾ നമുക്ക് വേഗം നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. They have been building the new bridges since 2021. ഇതിന്റെ ശരിയായ പരിഭാഷ ഏതാണ്? ഏതാണ് ഇതിന്റെ ശരിയായ പരിഭാഷ? ഏതാണ്? They have been building the new bridges since 2021. അവർ 2021 തുടങ്ങിയ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. They have been building അല്ലേ? എന്താണ് സ്റ്റാർട്ട് ചെയ്തത്? എപ്പോഴാണ്? 21 തുടങ്ങിയതാണ്. അതിപ്പോഴും they have been building ആണ്. അതുകൊണ്ട് ഇപ്പോഴും ഇപ്പോഴും തുടരുന്നു. ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യമാണിത്. Beat the iron when it is hot എന്നതിന് സമാനമായ മലയാളത്തിലെ ചൊല്ല് ഏതാണ്? Beat the iron when it is hot. എന്താണ് ഇതിനർത്ഥം? അയൺ, ഇരുമ്പിനെ എപ്പോഴാണ് തല്ലേണ്ടത്? when it is hot അല്ലെ? ഇരുമ്പ് ഇങ്ങനെ ചുട്ട് പഴുത്തിരിക്കുമ്പോ വേണം ഇരുമ്പിനെ തല്ലിപ്പരത്താനായിട്ട് അല്ലേ? ഉറപ്പല്ലേ? ഈ ചൊല്ലിന് സമാനമായ ചൊല്ല് ഏതാണ് പറയുന്നത്? ഒരു കാര്യം എപ്പോഴാണോ ചെയ്യേണ്ടത് ആ സമയത്തും സന്ദർഭത്തും നോക്കി കറക്റ്റ് ചെയ്താൽ മാത്രമാണ് നമ്മൾ വിചാരിക്കുന്ന ഫലം കിട്ടുക അല്ലെ? അതുമായി ബന്ധപ്പെട്ട ചൊല്ല് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. കാറ്റുള്ളപ്പോൾ പാറ്റണം അല്ലെ? നമ്മൾ നെല്ലും പതിരും ഒക്കെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നെല്ലിങ്ങനെ കാറ്റ് തരുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അല്ലെ? കാർഷിക മേഖലയിൽ കൃഷി കൊയ്ത്ത് കഴിഞ്ഞാലുള്ള ഒരു പ്രോസസ് ആണത്. അപ്പൊ അങ്ങനെ ചെയ്യണത് എപ്പോഴായിരിക്കണം ചെയ്യേണ്ടത്? നല്ല കാറ്റുള്ള സമയത്ത് ചെയ്താൽ മാത്രമാണ് നെല്ല് വേറെ പതിര് വേറെ കിട്ടുക. അല്ലാത്ത സമയത്ത് ചെയ്താൽ നമുക്ക് ഒന്നും കിട്ടില്ല അല്ലെ? അതുപോലെയാണ് ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് അല്ലെ? ചുട്ടു പഴുത്തിരിക്കുന്ന ഇരുമ്പിന് തല്ലിയാണ് നമുക്ക് പരത്തി അടിച്ച് ഇഷ്ടമുള്ള ആകൃതിയിലാക്കാനായിട്ട് സാധിക്കുക. അതല്ലാതിരുന്നാൽ പറ്റില്ല. അപ്പോൾ കാറ്റുള്ളപ്പോൾ പാറ്റണം എന്നതാണ് ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്ന് പറയുന്നത് അല്ലെ? എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.